ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായിട്ട്, കാരണം നമ്മുടെ ബിസിനസ്സും നമ്മുടെ പൊന്നൂന്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വീട്ടിലേക്ക് നമ്മൾ വന്നിട്ടേ ഇല്ല. അങ്ങനെ നമ്മളിവിടെ വന്നു, കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞിനെ കണ്ടില്ലേ, കുഞ്ഞിയെ കാഴ്ച നോക്കണേ, നല്ല ഡ്രസ്സൊക്കെ ഇട്ടത്. അവിടെ ആവുമ്പോ നമ്മളെ ഓർണമെന്റ്സിന്റെ ഫോട്ടോ എടുക്കാൻ നിക്കാൻ പഠിപ്പിച്ചാ കാഴ്ച തരാട്ടാ. വെക്ക കുറച്ചുകൂടി താത്ത്, കുറച്ചുകൂടി കൈ താത്ത് പിടിച്ചൊരു പെണ്ണെ നിക്ക്. യെസ്, ഇവിടെ കൈ വെക്ക്, ഇങ്ങനെ നേരെ ചിരിച്ചേ. ഇന്ത്യട്ട് നിക്കൂലേ? ആ കണ്ട, കൈ കെട്ടിട്ട് സൂപ്പറായിട്ട്. ഇപ്പൊ ഒരു കാലിലേ ഉള്ളൂ, ഒന്നേ ഉള്ളു, ബാക്കി അവിടെ അതിൽ ചെപ്പില്ലല്ലോ, പെപ്പില്ലല്ലോ. ചേട്ടൻ വിളിക്ക്, വീഡിയോയില് പറ. ചേട്ടൻ, ചേച്ചി, ഉണ്ണി, മാമൻ, അമ്മായി, എല്ലാവർക്കും ആയി പറ. ഇതില്ലേ വീഡിയോയില് ആയി പറ. സബ്സ്ക്രൈബേഴ്സ് ഫുള്ള് ഇങ്ങനെ മാമൻ, മേമ, ആന്റി എല്ലാം അല്ലേ? അമ്മാമ്മ, അപ്പാപ്പ. ഞങ്ങള് പോവാ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ലവ് ലാപ്പിൽ തന്നെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ബേബി ടെൻഡൽ ടൂത്ത് പേസ്റ്റ് ആണ്. ഇതിപ്പോൾ കാത്തുമിക്ക് ഞാൻ കുറച്ച് നാളുകളായിട്ട് യൂസ് ചെയ്യുന്നതാട്ടാ. ഒരു അടിപൊളി ഐറ്റാട്ടാണ്. അപ്പോൾ ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു ടൂത്ത് പേസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഞാൻ പൊളിച്ചതുണ്ട്, നമ്മുടെ കാത്തുമിക്ക് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എസെൻഷ്യൽ ഫ്രീ ആണ്, ഫ്ലൂറിഡ് ഫ്രീ ആണ്. അതേപോലെ തന്നെ ഇത് 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്, 2 നമ്മൾ ആദ്യമായിട്ട് മേടിക്കുമ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലേവർ മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഫ്ലേവറാണ് ഞാൻ എടുത്തത്. ടൂത്ത് പേസ്റ്റ് ഇതിൻ്റെ തന്നെ ഒരുപാട് ഫ്ലേവർ വരുന്നുണ്ട്. അതേപോലെ തന്നെ 12 മന്ത് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം ഒരു വയസ്സൊക്കെ കഴിഞ്ഞാലാണല്ലോ ഉണ്ടെങ്കിൽ പല്ലൊക്കെ തേച്ച് തുടങ്ങുക. അപ്പോൾ തൊട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് 12 മന്ത് പ്ലസ് ആണ് കൊടുത്തിരിക്കുന്നത്. 12 മന്ത് തൊട്ട് നമുക്ക് എത്ര വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉണ്ണികൾക്കിനെ പല്ലേക്കുമ്പോൾ ആരും മിണുങ്ങി പോയാലോ കാര്യമൊന്നും പ്രശ്നമില്ല. നമുക്കറിയാമല്ലോ, ഉണ്ണികൾക്ക് പല്ലേച്ച് വരുമ്പോൾ അവരോട് പുറത്തേക്ക് തുപ്പാൻ പറഞ്ഞാൽ ഉള്ളിലേക്ക് മിഴുങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാലോ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ന്യൂട്രൽ pH ബാലൻസ് ചെയ്യുന്നൊരു ടൂത്ത് പേസ്റ്റ് കൂടി ആട്ടത്. പിന്നെ ഫുൾ ഡീറ്റെയിൽസിനും വീഡിയോ താഴെ കൊടുക്കാം. ഞാൻ പേഴ്സണലി പറയുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. എന്തായാലും നമ്മളെ വീട്ടിൽ ബേബീസ് ഉള്ളവരൊക്കെ ഇതൊന്ന് മേടിച്ച് യൂസ് ചെയ്തൊക്കെ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ഒന്നും പിള്ളേർക്ക് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തായാലും വീട്ടിൽ ബേബീസിലവരൊക്കെ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും അവരുടെ ഡീറ്റെയിൽസും കാര്യം ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. പോരാത്തന്നെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്കും പിൻ ചെയ്തിടാം. നിങ്ങളെല്ലാവരും പോയി ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. ബൈ. അപ്പോൾ ഇതാ നമ്മുടെ കാത്തുമ്മയും പെണ്ണും നേരെ ആളിലേക്ക് പോയിട്ടുണ്ട് പല്ലേക്കിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് വയ്യാട്ടോ, കുറേ ദിവസങ്ങളായിട്ട് രാത്രി ഫുള്ള് ഇരുന്നിട്ട് ഷൂട്ടുകളാണ്. ഓരന്മാരുടെ ഫോട്ടോ എടുക്കുക, ചിലതൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോഴേക്കും നമുക്ക് എൻക്വയറീസ് വരും. നമ്മളപ്പോൾ അവർക്ക് ജസ്റ്റ് മാരുണ്ടോ വെച്ചാൽ ഫോട്ടോസ് അയച്ചു കൊടുത്താൽ ചിലപ്പോൾ ബുക്കിംഗ് ആവും, അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. നമ്മൾ സ്റ്റാർട്ടിങ് കാരണം മാക്സിമം ഒരു 60 പീസ് 70 പീസ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത മോഡൽ ഫോട്ടോ എടുക്കും. അങ്ങനെ 2 ദിവസമായിട്ട് ഫുള്ള് നമ്മുടെ ലൈഫിൽ താളം തെറ്റി കിടക്കുകയായിരുന്നു. ഇന്നലെ തന്നെ ഞങ്ങളൊരു 11 മണിയായി, 11:30 അതിൻ്റെ വീടെത്തുമ്പോൾ രാത്രി. ഇനിയിപ്പോൾ അതാഞ്ഞ് കുളിച്ച് പല്ലേച്ച് നമ്മൾ നേരെ പോവുകയാണ്. ഞാനീ മാലകൾ ഫുള്ളും പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യണം. അതിലേക്കുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യായി. അപ്പം ഇന്നും മാക്സിമം ഞാൻ ബിസി ആയിരിക്കും, അത് ഉറപ്പാണ്. പക്ഷേ ഞാൻ എൻ്റെ ഇടയിൽ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ കാത്തുമ്മിക്ക് ടേക്ക് കെയർ അന്വേഷിക്കണം. കാരണം പകൽ എനിക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സൊക്കെ മാറി വരും, മേക്കപ്പൊക്കെ സെറ്റായി നിൽക്കുമ്പോഴായിരിക്കും കാത്തുമ്മ എന്നിട്ട് ഭയങ്കര വാശി. അപ്പോൾ ഒരു മോഡലിൽ ഒറ്റ ഫോട്ടോ എടുത്ത് എനിക്ക് അവിടെ നിർത്തേണ്ടി വരിക. അപ്പോൾ ഞാൻ അത്ര കഷ്ടപ്പെട്ട് മേക്കപ്പ് ചെയ്തത് വെറുതെ ആവുക, സാരി എടുത്തൊക്കെ വെറുതെ ആവുക. അപ്പോൾ പിന്നെ നമുക്കിത് പാക്ക് ചെയ്യുമ്പോഴൊക്കെ ഉണ്ണികളുണ്ടെങ്കിൽ അവരെന്തെങ്കിലും വലിച്ചിതാക്കും. അപ്പോൾ അവളെനിക്ക് ടേക്കർ അന്വേഷിക്കണം. ഇന്ന് പോകുമ്പോൾ വീട്ടിൽ പോകണ വഴിക്ക് ഇവിടെ 1-2 സ്ഥലത്തുണ്ട്,
ജസ്റ്റ് അവിടെ കയറി അന്വേഷിച്ച് റെഡിയാക്കണം. വിഷമമുണ്ട് കേട്ടോ അവളെ വിട്ടേക്കെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതിനുള്ള പ്രായം അവൾക്ക് ആയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴും വിശ്വാസം. പക്ഷെ എന്തെയ്യാം, നമ്മൾക്ക് നമ്മളെ ജീവിതമാർഗ്ഗമാണ്, നമ്മളെ ബിസിനസ്സാണ്. അതപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് പോയാലാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ ലൈഫാണെങ്കിലും ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ ലൈഫും സേഫ് ആവുള്ളൂ. അപ്പോൾ നമ്മളതിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണി ജനിച്ച് ഒരു 10-20 ദിവസം ഞാൻ വർക്കിന് പോയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്നും എനിക്ക് ഇതേപോലെ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ രക്ഷയില്ല, നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കണം. ഇന്നലെ ഇപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളുടെ 2 ഹാർഡ് വർക്കാണ് ഈ ഒരു വിജയത്തിലേക്ക് അരുപരത്തി സെലിബ്രേഷൻ ഇത്ര ഭംഗിയായെന്നൊക്കെ. സത്യമാണ്, ഞങ്ങളെ പല ആഗ്രഹങ്ങളും പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചും മാറ്റിവെച്ചും നമ്മൾ ഒന്നിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മളെ ലൈഫ് വിജയിക്കുള്ളൂ. നമ്മൾ മടിച്ചിരുന്നോണ്ട് കാര്യമില്ല. കല്യാണം കഴിഞ്ഞ ലൈഫിലേക്ക് കടന്നതിൻ്റെ ശേഷം ഇതാണ് എൻ്റെ ലൈഫ്. അപ്പോൾ അതെത്രയും ബെസ്റ്റ് ആക്കണം. നമുക്ക് നമ്മുടെ ലൈഫിൽ എന്നും ഇതേപോലെ വാടക വീട്ടിൽ നിന്നാൽ പോരാ, നമുക്ക് സ്വന്തമായി ഒരു വീട് വേണം. ഓരോരോ സ്വപ്നങ്ങൾ അതേപോലെ പണ്ടൊട്ടുള്ള ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ അമ്മ ഇങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ എനിക്ക് വീട് വേണം, എനിക്ക് അങ്ങനെ വേണം, ഇങ്ങനെ ഓരോന്നും നമ്മളതിനെ കണക്കൂട്ടി വയ്ക്കും. കണക്കൂട്ടി നമ്മൾ മനസ്സിൽ വെച്ചാൽ പോരാ. ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മളതിനോട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. ഒറ്റ ദിവസം ശ്രമിച്ചാൽ 2 ദിവസം വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. എനിക്കാണെങ്കിൽ ഞാൻ നേരിൽ കാണാൻ പലരോടും എൻ്റെ ബ്രൈഡ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ പറയാറുണ്ട്, ചേട്ടനായിരുന്നു ബുക്ക് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. ഫുള്ളും ചേട്ടനായിരുന്നു. ചേച്ചിയോട് അധികം സംസാരിച്ചിട്ടില്ല, ചേച്ചീനെ വിളിച്ചിട്ട് ക്യാനറിയും കിട്ടിയിട്ടില്ല, ഒക്കെ ചേട്ടനാണ്. ചേട്ടൻ നന്നായി ഡീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണെങ്കിൽ, ഫ്രണ്ട്സ് മീൻസ് ഇങ്ങനെ അറിയുന്ന കുറച്ച് ആൾക്കാർ, അല്ലാതെ ഫ്രണ്ട്സൊന്നുമില്ല. അവരാണ് എന്നോട് പറയും, നിന്നെ വിളിച്ചാൽ കിട്ടിയില്ലല്ലോ, നിനക്ക് മെസ്സേജ് അയച്ചാൽ കിട്ടില്ലല്ലോ. വേറെ ഒന്നല്ല, എനിക്ക് ഫോണിൽ ഇരുന്നതിന് മെസ്സേജ് അയക്കാനും വിളിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. എൻ്റെ അറിവിൽ മാസത്തിൽ എനിക്ക് തോന്നുന്നു ഏറി വന്ന ഒരു 10-20 കോളായിരിക്കും എൻ്റെ ഫോണിൽ ആകെ വരിക. അതിലൊന്ന് പെബിയുടെ, 2 അമ്മ, 3 സിമ്മിൻ്റെ ആൾക്കാർ ഡാറ്റ തീരാറാകുമ്പോൾ, പിന്നെ ഈ ലോണിൻ്റെ ആൾക്കാർ 2 ദിവസം മുന്നേ വിളിച്ചിട്ട് ഓർമ്മിപ്പിക്കുമല്ലോ, ഇത്രയാണ്ട് നമുക്ക് ലോണുണ്ട് എൻ്റെ ക്യാഷൊക്കെ. അത് ഈ 2, 3, 4, 5 കോളല്ലാതെ എൻ്റെ ഫോണിലേക്ക് ഒറ്റ കോള് പോലും വരാറില്ല. ശരിക്കും വരാറില്ല, ഇനി വന്നാൽ തന്നെ ഞാൻ ശ്രദ്ധിക്കാറുമില്ല. എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബിസിനസ്സിൽ ഇറങ്ങി പിന്നെ അവർക്കുള്ള മാക്സിമം മെസ്സേജും എൻ്റെ നിന്ന് തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക. ഞാൻ ഫുൾ കൈകാര്യം ചെയ്യുന്നതും റിപ്ലൈ അവർക്ക് ആഡിന് നമ്മളെ വർക്കിൻ്റെ ഉണ്ട്, പിന്നെ ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഫുൾ ബിസിയായി. പിന്നെ നമുക്ക് നാളെ കാത്തിനെ ടേക്കർ അന്വേഷിക്കണം. അതങ്ങനെ ആലോചിക്കുമ്പോഴേ എനിക്ക് ടെൻഷൻ. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തലേൻ്റെ ഒരു ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3-4 ദിവസമായി. അന്നൊട്ട് ഞങ്ങൾ നോക്കാം, ഇന്ന് നോക്കാം, നാളെ നോക്കാം എന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിലും പെബിക്കാണെങ്കിലും അത് നല്ലൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടൊക്കെ അപ്പം എന്തായാലും നമുക്ക് ബാക്കിയുള്ള വീഡിയോയ്ക്ക് പോവാം. വളക്കാത്തും അവിടെ ഫുഡായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് പിന്നെ അണ്ടിപ്പരിപ്പ് ഇതൊക്കെയാണ് ഇഷ്ടം അല്ലേ? പിന്നെന്താ ഇഷ്ടമുള്ളത്? മീമി നീയല്ല ഞാനിപ്പോഴേ ഷൂട്ടിന്റെ ടൈമിൽ മാലിടുമ്പോ തളിച്ചുണ്ടെങ്കിൽ മാറ്റി ആ ടൈമിൽ ഉപയോഗിക്കും. ഇത്ര നാളായിട്ട് എനിക്ക് തോന്നുന്നു എന്റെ പ്രസവത്തിന് ഉപയോഗിച്ചെന്നല്ലാതെ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇപ്പൊ ഈ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ്
നല്ല ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കും. മതി കളയല്ലേ അത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബേബിക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സാണ് മാല ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇപ്പൊ വരാട്ടാ. കുറേ ദിവസങ്ങളായിട്ട് മുടിയിലൊന്നും എണ്ണ തേക്കാത്തതുകൊണ്ടേ മുടി ആകെ നന്നായി കൊഴിഞ്ഞു പോകണമുണ്ട്. ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് അധികം ടൈമൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഉള്ള ടൈം എണ്ണയൊക്കെ തേച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് മുടി കൊഴിഞ്ഞു പോയത് ഭയങ്കര വിഷമാട്ടോ. എനിക്ക് മുടി ഉള്ളത് ഇങ്ങനെ കിടന്നാൽ മതി, കൊഴിഞ്ഞു പോകണോണ്ട് ഒരു മുടി പോയി എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വേഗം എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുടിക്കാണെങ്കിൽ വല്ലാതെ മുടി കൊഴിച്ചിൽ വരുന്നൊരു ആളല്ല. എപ്പോഴെങ്കിലൊക്കെ തന്നെ വന്നാലും ആ 2 ദിവസം കഴിഞ്ഞ് മാറും, അങ്ങനെയാണ്. അല്ല കണ്ടിന്യൂസ് മുടി കൊഴിച്ചിലോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ഇനി കുറച്ച് വേസ്റ്റൊക്കെ കളയാണ്ട്, അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വരാം. ഇപ്പോൾ കൂളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല അല്ലേ, വേസ്റ്റ് കളയാണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കളഞ്ഞ് കുളിച്ചു. നമ്മൾ നേരെ പോകുന്നു. ഇന്ന് നമുക്ക് കുറേ പരിപാടികളുണ്ട്, കൊറിയർ അയക്കലും അങ്ങനെയായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ടേക്ക് കെയർ അപ്പം ആ പോകുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചിട്ടാ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ നോക്കിയിട്ടില്ല. ഞാൻ ആദ്യം നമുക്ക് ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കുക, നേരെ വീട്ടിൽ പോവുക അല്ലേ? ഫെബ്രുവരി മനസ്സിൽ മൊത്തം നമ്മുടെ വർക്കിൻ്റെ ഓർണമെന്റ്സ് എങ്ങനെ അയക്കണം അതൊക്കെ ആട്ടാ. അതിന് നമുക്ക് എന്ത് ബോക്സ് ആയിട്ട് ആവശ്യം? ആ അങ്ങനത്തെ എല്ലാം പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് ആ ബോക്സ് എവിടെ കിട്ടാന്ന് അന്വേഷിക്കുമ്പോൾ ഫുള്ളും പുറത്തുനിന്ന് ആണല്ലേ, കേരളത്തിൽ അങ്ങനെ ഒരു ഇത് കാണാനില്ല. അപ്പൊ അങ്ങനെ അറിയണ ആരെങ്കിലും എനിക്കൊന്ന് മെസ്സേജ് ചെയ്യട്ടെ. കാരണം ഏത് മനസ്സിലായി, നമ്മളെ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വരുമ്പോ കാർഡ്ബോർഡ് ബോക്സ് ഇല്ലേ, ചെറിയ സൈസ്, ഈ 6x4 അങ്ങനത്തെ ടൈപ്പുകള്, ആ ഒരു ടൈപ്പാണ് നമുക്ക് വേണ്ടത്. അതില് ഞാൻ പ്രിന്റാണ് നോക്കിയത്, പക്ഷെ ഇവിടെ കിട്ടാനില്ല. ഇപ്പൊ ചെറിയൊരു ബോക്സ് നമ്മൾ സംഘടിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് സേഫ്റ്റി ആയിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെട്ടോട്ട് ഓർണത്. കാരണം എനിക്ക് എന്ത് ചെയ്യാണേലും അത് ബെറ്റർ ആവണം എന്നുള്ള ഒരു ഇതുള്ളതാണ്, നല്ലതുപോലെ ചെയ്യണം എന്നുള്ള മൈൻഡിലുള്ള ആളാണ്. കാണിച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാലോചിച്ചിട്ട് ഉറക്കമില്ല, ഫുഡ് അടി ഇല്ല, മിണ്ടാട്ടില്ല. ഓരോരുത്തർ വിളിച്ചു ഹരിയാനയിലും ഹൈദരാബാദൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. അപ്പൊ അവരായിട്ടുള്ള ഒരു ഇതും പിന്നെ ഫസ്റ്റ് ടൈം ആയിരുന്നു. നമുക്ക് ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാവുന്നൊരു പിടുത്തൂല്ല. 2000 ക്വാണ്ടിറ്റി ഒക്കെ അടിച്ചു കഴിഞ്ഞാല് ചിലപ്പോ ഫ്ലോപ്പ് ആയ നമ്മൾ കയ്യിലിരുന്ന് പൊട്ടി 2000 പീസ്. അപ്പൊ അത് കാരണം ഒരു പേടി. ആദ്യം കുറച്ച് ഷോർട്ട് അടിച്ച് അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് 2000-4000 ക്വാണ്ടിറ്റി അടിക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ അത് അറിയണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് അയക്കുക, അല്ലെ മെസ്സേജ് അയക്കുക. ഓക്കെ, ആലോചിച്ചിട്ട് വിളിക്കാത്ത ആൾക്കാരില്ല, ആലോചിക്കാത്ത കാര്യങ്ങളില്ല. എന്നെ അറിയണ ഒരു ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരും ഞാൻ ഇപ്പൊ വിളിച്ചു ചോദിച്ചു, എല്ലാവർക്കും കിട്ടാനില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചെയ്യുമ്പോ നന്നായിട്ട് ചെയ്യണല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും നമ്മളെ ബാക്കി വിശേഷങ്ങൾ കാണാം. അവിടെ എടുത്ത് കണ്ട കുറുമ്പാണിച്ചിരിക്കുക, കാലൊക്കെ എന്തോളം ഉദ്ദേശിക്കുന്നത് കുറുമ്പത്തിയ. അപ്പൊ ആർക്കാ വീട്ടില് വടി മേടിച്ച് വെച്ചിരിക്കണേ? ഞാനാ. നമ്മളെ പേടിപ്പിക്കാൻ ഒരു വടി മേടിച്ച് വെച്ചിട്ടുണ്ട് കുട്ടിക്ക്. അത്ര എന്തൊക്കെ കുരുത്തക്കടി ഇതല്ല നമ്മൾ ചോദിക്കാൻ കാത്തത് ആരാ ചെയ്ത് ചോദിച്ച ഞാനാ. എന്താ പറയുക എന്നുള്ളത് നിലയ്ക്കാണ് ഞാനാ. അത് പേടിയൊന്നുമില്ലാന്ന് പറയും അല്ലേ? പേടിക്കാനും വേണ്ട കുറച്ച് ബോധമൊക്കെ. എനിക്ക് ആ ബോധം ഇല്ലാണ്ട് നമ്മളെ ചായക്കട എത്തിയിട്ട് ചായ കുടിക്കട്ടെ. കാത്തുനിന്ന് അങ്ങനെ വേണ. അയ്യോ താങ്ങില്ലടി, താങ്ങില്ല. അപ്പൊ എന്തായാലും ബാക്കി വിശേഷം കാര്യം കാണാം. എന്താ പരിപാടി? ഒക്കെ പ്രിന്റ് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുക കേട്ടാ അല്ലേ? ഞങ്ങളെ റൂം ഇപ്പൊ കണ്ടാ തിരിച്ചറിയാത്ത റൂമായി. ഫുൾ ഓർണമെന്റ്സ്, അതിന് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ട് അല്ലേ? പരിപാടി നോക്കുക. ഫുൾ തിരക്കാട്ടം, മിണ്ടാൻ പോലെ നേരില്ല. അപ്പം ഇന്നിപ്പോൾ കൊറിയറുകളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ ഞങ്ങൾ. അപ്പം ഞാൻ ഒരു മോഡൽ ആദ്യം ഒരു ബോക്സിൽ കൊണ്ടുവരും, എന്നിട്ട് അത് പാക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അടുത്ത മോഡൽ കൊണ്ടുവരിക. അങ്ങനെ കുറച്ചാഴ്ചയായിട്ട് ചെയ്യണല്ലോ കേട്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട.
എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഓരോന്നെടുത്ത് പാക്ക് ചെയ്യും. ഇതുപോലെ മെസ്സേജുകളും അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൺഫേം ആക്കലും. പിന്നെ ഞങ്ങൾ അടുത്ത ചെയ്യുന്ന ഓർണമെൻറ്റ്സിൻ്റെ പാക്കറ്റ് പൊളിച്ച് അതിൻ്റെ സ്റ്റോൺ ആണോ കമ്മലൊക്കെ നോക്കും. ഒക്കെ ഓക്കെ അല്ലേ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പാക്ക് ചെയ്യുക. കല്ലോ കാര്യങ്ങളൊക്കെ നോക്കും കേട്ടോ. ഇതൊന്നും ഡാമേജ് ഇല്ലാത്ത മാത്രമാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത്. അപ്പം എൻ്റെ ഡായിട്ട് ഇങ്ങനെ ഓരോന്ന് വർത്താനം പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഇനി പെട്ടെന്ന് ബോക്സ് സെറ്റാക്കണം എന്നൊക്കെ നമ്മളിതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഫസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നമ്മൾ അതുവരെയ്ക്ക് വെയിറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. പിള്ളേർക്ക് ഞാൻ ഭയങ്കര സേഫായിട്ട് തന്നെ പാക്ക് ചെയ്ത് സെറ്റ് ഒട്ടിച്ച് അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുണിക്കുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്നിരിക്കുന്നുണ്ട്. നമ്മളെ കാത്തും അലമ്പുണ്ടാക്കുന്നുണ്ട്. പിള്ളേർക്ക് ഇതെല്ലാം അറിയുള്ളൂ. നമ്മൾ ചെയ്യുന്ന തിരക്കോ കാര്യങ്ങളൊന്നും അവർക്ക് അറിയണ്ടല്ലോ. ഞങ്ങൾ ഫാന് പോലും ഇടാതിരുന്ന് ചെയ്യുമ്പോൾ ചൂടെടുത്തിട്ടും ഇതെല്ലാം പേരുകളും അഡ്രസ്സും തമ്മിൽ നോക്കുക. ചിലതൊക്കെ പുറത്തുള്ള ആൾക്കാർ അവരുടെ വീട്ടിലേക്കായിരിക്കും അയക്കാൻ പറയുക. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത നമ്പറും അവരുടെ അഡ്രസ്സിൽ അയച്ച നമ്പറൊക്കെ പേരൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ തിരഞ്ഞു പിടിക്കും. നമ്മളെല്ലാം സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ബുക്ക് ചെയ്തോടെ. എന്നാലും കുറേ പേരുണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ തിരഞ്ഞു പിടിച്ചിട്ടാണ് ചെയ്യാൻ. പിന്നെ ഓരോന്നായി പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നെ കട്ടയ്ക്കിൻ്റെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവനും ഞാനും കൂടിയിട്ടാണ് ഈ പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കല്ല് പോയിട്ടോന്നൊക്കെ നോക്കിയപ്പോൾ ഇതില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൊടുത്തപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് ഇപ്പോൾ ചെറിയൊരു ബോക്സ് നമ്മൾ അടിച്ചിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുത്തു. അത് വീണ്ടും ഏട്ടൻ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അവന് ശ്രദ്ധ കൂടുതലാണേ. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയതിന് ശേഷം അതൊക്കെ ഒട്ടിച്ച് കൺഫേം ആക്കും. അതൊക്കെ തെറ്റൊന്നും ഇല്ലല്ലോ, കറക്റ്റ് അല്ലേന്ന്. എന്നിട്ട് ഞാൻ പാക്ക് ചെയ്യും. ഏട്ടൻ കണ്ട ആ ടൈമിലൊക്കെ ഏട്ടൻ വെറുതെ ഇരിക്കട്ടെ. എനിക്ക് പക്ഷേ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും എനിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും. അങ്ങനെ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. കുറച്ചധികം പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ ഒന്നും പറയാലോ, കാരണം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാ. ചായക്കടയിൽ ചായ കുടിച്ചുള്ള ഇപ്പൊ സമയം 5 മണിയായിട്ടാ. കാത്തുവാ ഉണ്ടായി 5 മണിയായി. ആ 5 മണി വരെയുള്ള കാരണം നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി. പിന്നെ പൊന്നൂന് കുറച്ച് മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു കഴിഞ്ഞു. നമ്മൾ പിന്നെ പാക്കിങ്ങിക്ക് ഇരുന്നു. ഇന്നത്തേക്ക് പോകാനുള്ളതൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കും 4:35. നമ്മുടെ ഒരു ഐഡിയയിൽ 5 മണിയാണ് പിക്കപ്പ് എടുക്കാറെന്ന് അറിയും. പക്ഷെ 4:45 എടുക്കും ഇത്ര ഇവര്. അപ്പൊ 35 അവിടുന്ന് ഇറങ്ങി 35 എത്തി. അപ്പൊ അവിടുന്ന് എത്ര മണിക്ക് ഇറങ്ങി 4:45 വണ്ടി എത്തി കറക്റ്റ് ടൈമിന്. അപ്പത്തേക്കും എല്ലാ കാര്യങ്ങളും ചടപടെ 12 കൊറിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതൊക്കെ കൊറിയർ ചെയ്യാനുള്ളതൊക്കെ വേഗം തന്നെ സ്പീഡാക്കി ചെയ്തു. എല്ലാം ചെയ്തു, ഹൈക്കളൊക്കെ അയച്ചു. നേരെ വീട്ടിലേക്ക് പോകണം. അയ്യോ തല ഇറങ്ങാൻ വിശന്നിട്ട് വയ്യ. ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ചായ കുടിച്ചതാണ്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. തല ഇറങ്ങിയിട്ട് വയ്യ. വീടെത്തുമ്പോ വീഡിയോ ഇല്ലെന്ന് മാത്രം അറിയില്ല. ഇപ്പോഴല്ല പ്രശ്നം, വർക്ക് സ്റ്റാർട്ട് ചെയ്തല്ല. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും നമ്മൾ പെടും. രണ്ടും കൂടി മാനേജ് ചെയ്യണ്ടേ അല്ലേ? പക്ഷെ നമ്മള് അയക്കളൊക്കെ കറക്റ്റ് അയച്ച് ഒക്കെ ആക്കൂട്ടോ. കാരണം നമ്മള് വിശ്വസിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു വിഷമം വരുത്താൻ നമ്മൾ നിൽക്കില്ല. അതെല്ലാം നമ്മൾ പക്ക സപ്പോർട്ട് ചെയ്തു. കഴിക്കാതെ ഇന്ന് തന്നെ പാക്ക് ചെയ്ത് അയക്കണം എന്ന് വിചാരിച്ച് അപ്പൊ അന്നന്ന് ബുക്ക് ചെയ്യണവർക്ക് അന്നന്ന് തന്നെ മാക്സിമം കൊറിയർ അയക്കുന്നുണ്ട്. എല്ലാം സെറ്റ് ആക്കുന്നുണ്ട് അല്ലേ? കാത്തു വിശക്കണ്ട? അവൾക്ക് കാരണം അവള് സമ്മതിക്കില്ല. പാക്ക് ചെയ്യുമ്പോഴേക്കുള്ള ഭയങ്കര കരച്ചില്ല. പിന്നെ ഇവളെ കൂടി നമ്മൾ സെറ്റ് ആക്കണം. അത് ഇനി ഫുഡ് കഴിച്ചിട്ടേ പറ്റുള്ളൂ. ഈ വരയിൽ പോയി നോക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ പറ്റില്ല. തല ഇറങ്ങുന്നുണ്ട്. വീട്ടിൽ പോയി ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി എന്തും പറ്റുള്ളൂ. എന്തായാലും ബാക്കിയുള്ള ശേഷങ്ങളും കാര്യം കാണാം. പിന്നെ വീടെത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്ത പരിപാടി വേഗം അടുക്കളയിൽ പോയിട്ട് ചോറ് എടുക്കലായിരുന്നു. വിശന്നിട്ട് ചാവാറായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇന്ന് പരിപ്പ് കൂട്ടാണ്ടായിരുന്നു, കടലക്കറി, രാവിലത്തെ കടലക്കറിയുടെ കടലിരിക്കുന്നുണ്ടായിരുന്നു, സബോള അച്ചാറുണ്ടായിരുന്നു, മീൻ വറുത്തുണ്ടായിരുന്നു, പച്ചമീൻ വറുത്തതുണ്ടായിരുന്നു, ഉണക്കമീൻ വറുത്തതുണ്ടായിരുന്നു.
എനിക്ക് കൂടുതൽ ഉണക്കമീനാണ് ഇഷ്ടം. അപ്പം ഞാനൊരു ഉണക്കമീനും ഒരു പച്ചമീനും എടുത്തു. ഏട്ടനും അങ്ങനെയാണ് കൊടുത്തത്. പക്ഷെ അവൻ പച്ചമീൻ മാത്രമേ കഴിച്ചോളൂ കേട്ടോ. ഞാൻ ഉണക്കമീൻ കഴിച്ചു, കാത്തുമ്മ പച്ചമീൻ. കാത്തൂന് മീൻ മാത്രമേ വേണ്ടോ. ഇതെല്ലാം അച്ചാർത്ത സബോള, അങ്ങനത്തെ കറിയത്തെ തക്കാളി, ഇതൊക്കെയാണ് കാത്തുമ്മയ്ക്ക് വേണ്ടോ. ഞാൻ പാക്ക് ചെയ്യുന്ന ടൈമിൽ അമ്മ കാത്തുമ്മയ്ക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ വെറുതെ വന്നിരിക്കണമെന്നുള്ളൂ. ഇത് തക്കാളിയും ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ അവളെ ശ്രദ്ധിക്കാതെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് എപ്പം ചത്തുപോകുന്നുള്ള അവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് എനിക്കിഷ്ടപ്പെട്ട കറിയാണ് പരിപ്പും തക്കാളിയും. അപ്പം അതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കാണുമ്പോൾ അതിൻ്റെ മണക്കടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിശപ്പ് തോന്നുമല്ലോ. അല്ല, എനിക്ക് കടൽ ഭയങ്കര ഇഷ്ടമാണ്. കടൽ ഉപ്പേരിയാണ് എനിക്കിഷ്ടം. ഇതും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ബുക്കിംഗ് വന്നൊക്കെ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ നമ്പറുകളും കാര്യങ്ങളൊക്കെ ഞാൻ 2-3 നേരം ചെക്ക് ചെയ്തതിൻ്റെ ശേഷം ഞാൻ എഴുതുള്ളൂ. കാരണം തെറ്റ് വരാൻ പാടില്ല എന്നുള്ളൊരു ടെൻഷൻ, തെറ്റോ എന്നുള്ള ടെൻഷനോടാണ്. പിന്നെ അതായത് നമ്മളോട് കുറേ പേര് ഓണ കളക്ഷൻസ് ചോദിച്ചു, ഓണത്തിനിടാൻ പറ്റിയ ഐറ്റംസ് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്നെടുത്ത കുറച്ച് വീഡിയോ കൂടി കൊടുക്കാമെന്ന് വെച്ചു. ഓർണമെൻറ്റ്സിൻ്റെ ഇതൊക്കെ ഒരു ഒറ്റ മോഡലിൽ 3 കളർ വരുന്നതാണ്. റെഡ്, ബ്ലൂ, ഗ്രീന്. ഇത് നല്ല ഭംഗിയുള്ളൊരു മാലയാട്ടാ. നല്ല കരിഞ്ചുമപ്പ് കല്ലുകളാണ് വരുന്നത്. ഇത് കഴുത്തിലിടുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷനാണ് ഈ മാല. എന്താണ് ഈ മാല ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട്. സാരിക്കാണെങ്കിൽ പട്ടുപാടിക്കാണെങ്കിൽ ഈ മാല ഇട്ട് പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അത്ര ഹെവി മാലയാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ള തന്നെയാണ്. എനിക്ക് പക്ഷേ രണ്ടാമത് ഞാൻ കാണിച്ചില്ല, കരിഞ്ചുമപ്പ് കല്ലിൻ്റെ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് അടിപൊളിയാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ഇവിടെ തിരക്കുള്ള നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.